ഹായ് ഓൾ. വളരെ മനോഹരമായതും അതുപോലെ തന്നെ വ്യത്യസ്തമായതുമായിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കുറുകെ ഛേദിക്കുന്ന സമയത്ത് നക്ഷത്രത്തിൻ്റെ ആകൃതി ലഭിക്കുന്ന നക്ഷത്രഫലം അഥവാ സ്റ്റാർ ഫ്രൂട്ട്. അവേരിയ കാരംബോള എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ഫലത്തിൽ ധാരാളം വിറ്റമിൻ സിയും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവേരിയ കാരംബോളയാകട്ടെ നമ്മുടെ ഇന്നത്തെ വിഷയം. വെൽക്കം ടു ദ വീഡിയോ. സ്റ്റാർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന കാരംബോള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും ധാരാളമായി കാണപ്പെടുന്ന ഒരു ചെറിയ വൃക്ഷത്തിൻ്റെ പഴമാണ്. പഴത്തിൽ നിന്ന് 5 മുതൽ 6 വരെ വരമ്പുകൾ നീണ്ടുവരുന്നതായിട്ട് കാണാൻ കഴിയും. പഴം മുഴുവനായും ഭക്ഷ്യയോഗ്യമാണ്. സാധാരണയായി കനം കുറഞ്ഞതും മൃദുവുമായ തൊലിയും നീരാർന്ന മാംസള ഭാഗവുമാണ് ഇതിൻ്റെ പ്രത്യേകത. നേരിട്ട് കഴിക്കുന്നതിന് പുറമെ പാചകത്തിനും പാനീയങ്ങൾക്കും ഭക്ഷണം അലങ്കരിക്കുന്നതിനുമൊക്കെയായി ഇത് വ്യാപകമായി ഉപയോഗിച്ചു പോരുന്നുണ്ട്. കാരംബോള തെക്ക് കിഴക്കൻ ഏഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, ചൈന, തായ്വാൻ, അമേരിക്ക, കരീബിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഉഷ്ണമേഖലാ കാലാവസ്ഥ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. പഴങ്ങൾക്ക് നേർത്ത മെഴുകുപോലുള്ള പെരികാർപ്പും ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള തൊലിയും പഴുക്കുമ്പോൾ നീരാർന്ന മഞ്ഞ നിറമുള്ള മാംസവുമുണ്ട്. പഴങ്ങൾ സാധാരണയായി 5 മുതൽ 15 സെൻറ്റിമീറ്റർ അഥവാ 2 മുതൽ 6 ഇഞ്ച് വരെ നീളമുള്ളതും ഓവൽ ആകൃതിയിലുള്ളതുമാണ്. ഓരോ പഴത്തിനും 10 മുതൽ 12 വരെ പരന്ന ഇളം തവിട്ട് നിറമുള്ള വിത്തുകൾ ഉണ്ടാകും. ഇവ ജലാറ്റിനസ് അരിയിലിൽ പൊതിഞ്ഞിരിക്കും. പഴത്തിൽ നിന്ന് വിത്തുകൾ വേർതിരിച്ചു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവയുടെ മുളക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടേക്കാം. അടുത്ത ബന്ധമുള്ള വിലിമ്പിയെ പോലെ തന്നെ കാരംബോളയ്ക്കും 2 പ്രധാന ഇനങ്ങളാണുള്ളത്. ഒന്ന് ചെറുതും പുളിയേറിയതുമായിട്ടുള്ള ഇനവും മറ്റേത് വലിയതും മധുരമുള്ളതുമാണ്. പുളിയുള്ള ഇനങ്ങളിൽ ഓക്സാലിക് ആസിഡിൻ്റെ അളവ് മധുരമുള്ള ഇനങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഈ ഓക്സാലിക് ആസിഡാണ് കാരംബോളയ്ക്ക് അതിൻ്റെ പ്രത്യേകമായ പുളിയുറ്റ രുചി നൽകുന്നത്. സമീപകാലത്ത് കാരംബോളയുടെ നിരവധി പുതിയ കൃഷി വൈവിധ്യങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തപ്പെടുന്ന പ്രധാനപ്പെട്ട മധുരമുള്ള ഇനങ്ങളിൽ ആർക്കിൻ, യാങ് താവോ, മാഫ്യൂം, മഹ, ഡെമാക് എന്നിവ ഉൾപ്പെടുന്നു. ഇതിൽ ആർക്കിൻ എന്നത് ഫ്ലോറിഡയിൽ നിന്നും, യാങ് താവോ തായ്വാനിൽ നിന്നും, മാഫ്യൂം തായ്ലാൻഡിൽ നിന്നും, മഹ മലേഷ്യയിൽ നിന്നും, ഡെമാക് ഇന്തോനേഷ്യയിൽ നിന്നുമാണ് വികസിപ്പിച്ചിട്ടുള്ളത്. പുളിയുള്ള ഇനങ്ങളിൽ ഗോൾഡൻ സ്റ്റാർ, ന്യൂകോം, സ്റ്റാർക്കിംഗ്, ത എന്നിവ പ്രധാന ഇനങ്ങളാണ്. ഗോൾഡൻ സ്റ്റാർ പോലുള്ള ചില പുളിയുള്ള പഴങ്ങൾ പൂർണ്ണമായി പഴുക്കുമ്പോൾ മധുരമുള്ള രുചിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. വിയറ്റ്നാമിൽ ഘേ, ഫിലിപ്പൈൻസിൽ ബാലിബിങ്, ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ബെലിബിങ്, ചൈനയിൽ മാഫൻ, ഇന്ത്യയിൽ കാമരംഗ, സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ കാരംബോള തുടങ്ങി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിൽ പല പേരുകളിലും കാരംബോള അറിയപ്പെടുന്നുണ്ട്. ലോക വിപണിയിൽ കാരംബോളയുടെ മുൻനിര ഉൽപ്പാദകരിൽ ഓസ്ട്രേലിയ, ഗാന, ഇന്ത്യ, ഇസ്രായേൽ, മലേഷ്യ, ഫിലിപ്പൈൻസ്, തായ്വാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങളാണുള്ളത്. സ്റ്റാർ ഫ്രൂട്ട് ഉൽപ്പാദനത്തിൽ മലേഷ്യ ആഗോളതലത്തിൽ മുൻപന്തിയിലാണ്. കൂടാതെ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും വ്യാപകമായി കയറ്റി അയക്കുകയും ചെയ്യുന്നു. സമൃദ്ധവും തിളക്കമുള്ള നിറമുള്ളതും അസാധാരണ ആകൃതിയിലുള്ളതുമായ പഴങ്ങൾ, ആകർഷകമായ കടും പച്ച ഇലകൾ, ലാവൻഡർ മുതൽ പിങ്ക് വരെയുള്ള പൂക്കൾ എന്നിവ കാരണം ഇവയെ അലങ്കാര സസ്യമായും വളർത്താറുണ്ട്. ബിലിമ്പിയെ പോലെ കൂടുതൽ അസിഡിറ്റി ഉള്ള പുളിച്ച ഇനങ്ങളുടെ നീര് തുരമ്പിച്ചതോ മങ്ങിയതോ ആയ ലോഹം, പ്രത്യേകിച്ച് പിച്ചള, വൃത്തിയാക്കാനും തുണികളിലെ തുരുമ്പ് കറകൾ വെളുപ്പിക്കാനും ഉപയോഗിക്കാം. ഡൈയിങ്ങിൽ ഒരു മോഡൻ്റായും ഇവ ഉപയോഗിക്കാം. കാരംബോക്സിൻ എന്നത് സ്റ്റാർ ഫ്രൂട്ടിലും അനുബന്ധ ബിലിമ്പി പഴങ്ങളിലും കാണപ്പെടുന്ന ഒരുതരം വിഷവസ്തുവാണ്. ചിലതരം വൃക്കരോഗങ്ങളുള്ള വ്യക്തികൾ സ്റ്റാർ ഫ്രൂട്ട്, ബിലിമ്പി ഫ്രൂട്ട് എന്നിവ കഴിച്ചതിന് ശേഷം ന്യൂറോളജിക്കലായ ചില അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 2013 ന്യൂറോടോക്സിനായ കാരംബോക്സിനാണ് ഇതിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. കാരംബോള മരം സാവധാനത്തിൽ വളരുന്ന ശാഖകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ വൃക്ഷമാണ്. ഇലകൾ നിത്യഹരിതവും 5 മുതൽ 11 വരെ ഇലകളുള്ളതുമായ ഒരു കൂമ്പാരമാണ്. ഈ ചെടി വർഷത്തിൽ 4 തവണ വരെ പൂക്കുന്നുണ്ട്. അതിനാൽ ഒന്നിലധികം സമയം വിളകൾ ലഭ്യമാകുന്നു. ചെറിയ സുഗന്ധമുള്ള പൂക്കൾ പിങ്ക് മുതൽ ഇളം പർപ്പിൾ നിറമുള്ളതും
വർഷം മുഴുവൻ ഇലകളുടെ കക്ഷങ്ങളിൽ ചുവന്ന തണ്ടുള്ള കൂട്ടങ്ങളായി കാണപ്പെടുന്നതുമാണ്. കാരംബോളകളിൽ ധാരാളം വിറ്റമിൻ എ, വിറ്റമിൻ സി എന്നിവയും കാൽസ്യം, ഫോളേറ്റ്, പൊട്ടാസ്യം, ഓക്സാലിക് ആസിഡുകൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് കുറവായ ഇവയ്ക്ക് ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങളുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരംബോളയെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും മറക്കല്ലേ. പുതിയൊരു ചെടിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.